അനൂപിലേക്ക് നമുക്ക് പോയിട്ട് നമുക്ക് തിരികെ ഷീജയിലേക്ക് വരാം. അനൂപ്, ഗുഡ് മോർണിംഗ്. പനിയും ചുമ എന്തെങ്കിലും ഉണ്ടോ? ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താണ് വയനാട്ടിലെ വിശേഷങ്ങൾ? ആമുഖമായി ഞാൻ പറഞ്ഞു, ഇന്നലെ തുടക്കമായ വലിയ ആവേശത്തോടു കൂടി തന്നെ തുടക്കമായ ജില്ലാ സമ്മേളനം ഇന്ന് പ്രതിനിധി സമ്മേളനം നടക്കാൻ പോകുന്നു. എ വിജയരാഘവൻ ഉദ്ഘാടകനാകും. ഒപ്പം കൂടുതൽ കാര്യങ്ങൾ പ്രേക്ഷകരോട് എങ്ങനെയാണ് എത്തിക്കാനുള്ളത്? അതെ, CPM-ന്റെ വയനാട് ജില്ലാ കമ്മിറ്റി രൂപീകരിച്ച ശേഷം 50 ആണ്ട് പിന്നിടുകയാണ്. ഈ 50 ആണ്ട് പിന്നിടുന്ന വേളയിലാണ് അതിൻ്റെ 16ാം ജില്ലാ സമ്മേളനം എന്നതാണ് ഒരു പ്രത്യേകത. 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ഈ സമ്മേളനം വയനാട്ടിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം കൊടിയുയർത്തിയതോടുകൂടി തുടക്കമായി. ഇന്ന് ഔദ്യോഗികമായിട്ടുള്ള സംഘടനാ നടപടിക്രമങ്ങൾ, സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും ഇന്ന് നടക്കും. ഏതാണ്ട് ഒരു 10 മണിയോടുകൂടി പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. പ്രതിനിധി സമ്മേളനം CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ പൊതുസമ്മേളന നഗരിയിൽ കഴിഞ്ഞ ദിവസം കൊടിയുയർത്തി വിവിധ മേഖലകളിൽ നിന്ന് കൊടിമര പതാക ജാഥകൾ ബത്തേരി കോട്ടക്കുന്നിൽ സംഗമിച്ചതിന് ശേഷം പിന്നീട് പ്രകടനമായി ബത്തേരിയിലൂടെ പൊതുസമ്മേളന നഗരിയായ നഗരസഭാ സ്റ്റേഡിയത്തിലെ ഈ കോടിയേരി ബാലകൃഷ്ണൻ, സീതാറാം യെച്ചൂരി നഗറിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. ഏതായാലും വളരെ ആവേശോജ്വലമായിട്ടുള്ള സ്വീകരണമായിരുന്നു ഈ കൊടിമര അതുപോലെ തന്നെ പതാക പ്രചരണ ജാഥ അല്ലെങ്കിൽ പര്യടനത്തിന് ജില്ലയിലെമ്പാടും ലഭിച്ചത്. അതിൻ്റെ പര്യടന വഴികളിലെല്ലാം ലഭിച്ചത് PA മുഹമ്മദിൻ്റെ, പാർട്ടിയുടെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന PA മുഹമ്മദിൻ്റെ സ്മൃതി മണ്ഡപം മേപ്പാടിയിൽ നിന്നാണ് പതാക ജാഥ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങി അദ്ദേഹത്തിൻ്റെ പതാക ജാഥ പുറപ്പെട്ടത്, പ്രയാണം ആരംഭിച്ചത്. പിന്നീട് വിവിധയിടങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ബത്തേരിയിലേക്ക് എത്തിയത്. അതോടൊപ്പം കൊടിമര ജാഥ പുൽപ്പള്ളിയിലെ PK മാധവൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് പുറപ്പെട്ടത്. പിന്നീട് കേടിച്ചിറയിലും പൂതാടിയിലും ഒക്കെ സ്വീകരണം ഏറ്റുവാങ്ങി ബത്തേരിയിലെത്തി. ഇത്തരത്തിൽ ഇന്നലെ വൈകിട്ടോടുകൂടി 8 മണിയോടുകൂടിയാണ് കൊടിമര പതാക ജാഥകൾ ബത്തേരി പൊതുസമ്മേളന നഗരിയിലേക്ക് എത്തിയത്. അവിടെ സ്വാഗത സംഘം ചെയർമാൻ VV ബേബി, അദ്ദേഹം പാർട്ടിയുടെ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹം കൊടിയുയർത്തോടുകൂടി സമ്മേളന നടപടികളിലേക്ക് അല്ലെങ്കിൽ സമ്മേളനത്തിൻ്റെ ഒരു തുടക്കം കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിരുന്നു. വലിയ ഒരു ബത്തേരി ആകെ ഇളക്കി മറിച്ചുകൊണ്ടുള്ളൊരു വലിയ ഒരു പ്രകടനമായാണ് ഈ കൊടിമര പതാക ജാഥകൾ സംഗമിച്ചതിന് ശേഷം പിന്നീട് പൊതുസമ്മേളന നഗരിയിലേക്ക് എത്തിയത്. നിരവധിയായ പാർട്ടി പ്രവർത്തകരും പാർട്ടി അംഗങ്ങളുമെല്ലാം അനുഭാവികളുമെല്ലാം ആ പ്രകടനത്തിൽ പങ്കെടുത്തിരുന്നു. ഏതായാലും ആ ആവേശം തന്നെ ആവേശത്തോടു കൂടി വയനാട്ടിലെ CPM-ന്റെ ജില്ലാ സമ്മേളനം ആരംഭിക്കുകയാണ്. അല്പസമയത്തിനകം പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. 217 പ്രതിനിധികളാണ്, ലക്ഷക്കണക്കിന് പ്രവർത്തകരെയും പാർട്ടി അംഗങ്ങളെയും എല്ലാം പ്രതിനിധീകരിച്ച് ഇന്ന് ഈ സമ്മേളന നഗരിയിലേക്ക് എത്തുന്നത്. അതോടൊപ്പം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, PK ശ്രീമതി തുടങ്ങിയ ഒട്ടേറെ പേർ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇന്ന് വയനാട്ടിലേക്ക് എത്തുന്നുണ്ട്. സമ്മേളന നടപടികളിൽ അവർ പങ്കെടുക്കും. ഇന്ന് പ്രധാനമായും പ്രതിനിധി സമ്മേളനത്തിന് ശേഷം സംഘടനാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി PK കാരനെ അവതരിപ്പിക്കും. അതിന്മേലുള്ള ചർച്ചയും ഗ്രൂപ്പ് ചർച്ചയും എല്ലാം നടക്കും. നാളെയും അത് തുടരും. തിങ്കളാഴ്ചയാണ് CPM-ന്റെ പുതിയ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കും മറ്റുമുള്ള അനുബന്ധ പാർട്ടി നടപടികൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുക. ഞായറാഴ്ച എളമരം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം പങ്കെടുക്കുന്ന ഒരു സാംസ്കാരിക സദസ്സെല്ലാം ബത്തേരിയിൽ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം സമാപന ദിവസമായ തിങ്കളാഴ്ച വലിയ ബഹുജന പ്രകടനവും 1,00,000 പേർ പങ്കെടുക്കും എന്നാണ് CPM പറയുന്നത്. പങ്കെടുക്കുന്ന വലിയ ബഹുജന പ്രകടനവും അതോടൊപ്പം ചുവപ്പ് സേന മാർച്ചും ഒക്കെയായാണ് ഈ ഈ ജില്ലാ സമ്മേളനത്തിൻ്റെ സമാപനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ വിധത്തിലൊരു പൊതുസമ്മേളനമെല്ലാം വളരെ വിപുലമായ വിധത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നു CPM. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെല്ലാം വയനാട്ടിൽ പുരോഗമിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം, വയനാട് വലിയൊരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. നമുക്കൊട്ടേറെ വിഷയങ്ങളിൽ സജീവമായ വയനാടിൻ്റെ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അത് മുണ്ടക്കൈ, ചൂരൽമല പോലുള്ള വിഷയങ്ങളാണ്. കേന്ദ്ര സഹായം ഉൾപ്പെടെ വൈകുന്ന സാഹചര്യം, അവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സംബന്ധിച്ചുള്ള ഒരു ഗഹനം അല്ലെങ്കിൽ വളരെ ഗൗരവമായ ചർച്ചകൾ
ഇത് സംബന്ധിച്ച് സമ്മേളനത്തിൽ നടക്കും. വയനാട് നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ, രാത്രികാല ഗതാഗത നിരോധനം, വന്യമൃഗശല്യം, മറ്റ് ഈ ആദിവാസി പിന്നോക്ക മേഖലകളുടെ വികസനം സംബന്ധിച്ചുള്ള വിവിധ ചർച്ചകൾ ഏതായാലും സമ്മേളനത്തിൽ വളരെ ഗൗരവമായി നടക്കും എന്നുള്ളതാണ് CPM-ൻ്റെ ഈ സംഘടനാ സമ്മേളനത്തിൻ്റെ എല്ലാം പ്രത്യേകത. ഇത്തവണയും ആ വിധത്തിൽ ഉണ്ടാവും. വയനാടിന് നേടിയെടുക്കേണ്ട വിവിധ ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള പ്രക്ഷോഭങ്ങൾ രൂപപ്പെടുത്തേണ്ട കാര്യങ്ങൾ സംബന്ധിച്ചും അതിൻ്റെ സംഘാടനവും തീരുമാനവും എല്ലാം സംബന്ധിച്ചുള്ള തീരുമാനവും ഏതായാലും സമ്മേളനം കൈക്കൊള്ളും. അത്തരത്തിൽ വളരെ ബൃഹത്തായ അല്ലെങ്കിൽ വളരെ ഗൗരവമായ ഒരു സമ്മേളനത്തിലേക്ക് CPM വയനാട്ടിൽ കടക്കുകയാണ്. അതിൻ്റെ പ്രതിനിധി സമ്മേളനമാണ് ഇന്ന് നടക്കുക. പ്രധാനമായും അല്പസമയത്തിനകം തന്നെ അല്ലെങ്കിൽ ഏതാണ്ടൊരു 10:30 തന്നെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ബത്തേരി കോട്ടക്കുന്നിന് സമീപമുള്ള എടത്തറ ഓഡിറ്റോറിയത്തിലാണ്. ഇവിടെ PA മുഹമ്മദിൻ്റെ പേരിൽ ആണ് ഈ സമ്മേളന വേദിയെ ക്രമീകരിച്ചത്. PA മുഹമ്മദ് നഗറിലാണ് വിധത്തിൽ സമ്മേളന നടപടികൾ നടക്കുക. ഓക്കെ അനൂപ്, വിശദമായി തന്നെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. താങ്ക് യു.